Next treatment method after chemical and psychosocial treatment modality is physical or somatic treatment. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ഓർ സൊമാറ്റിക് ട്രീറ്റ്മെൻറ്റാണ് ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി. എങ്ങനെയാണ് ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി ജന്മം കൊണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ അത് വന്നു എന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ സൈക്കാട്രിക് പേഷ്യൻസ് എപ്പിലെപ്സിക്ക് ശേഷം അല്ലെങ്കിൽ ഒരു കൺവൾഷന് ശേഷം കുറച്ച് നേരം അല്ലെങ്കിൽ കുറച്ച് ദൈർഘ്യത്തേക്ക് അവർ നോർമലായിട്ടുള്ള ഒരു ബിഹേവിയർ ഷോ ചെയ്തു. അപ്പോൾ അത് പല പഠനങ്ങളിലും ഒബ്സർവ് ചെയ്തതുകൊണ്ട് എപ്പിലെപ്സി വരുന്നത് മൂലം മെൻ്റൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ മാലഡാപ്റ്റീവ് ബിഹേവിയേഴ്സിന് ഒരു ശമനം ഉണ്ടാകുന്നു എന്നുള്ള പഠനങ്ങൾ കണ്ടുപിടിച്ചു. അപ്പോൾ എപ്പിലെപ്സി കൊടുത്തു കഴിഞ്ഞാൽ, ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ ബിഹേവിയർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കി. പണ്ട് കാലങ്ങളിൽ ഇൻസുലിൻ ഷോക്ക് ട്രീറ്റ്മെൻറ്റൊക്കെയാണ്, അതായത് ഇൻസുലിനൊക്കെ ഇൻജെക്റ്റ് ചെയ്ത് ഹൈപ്പോഗ്ലൈസീമിക് ഷോക്ക് അങ്ങനെയൊക്കെ വന്ന് ഒരു എന്താ പറയുന്നത് കൺവൾഷൻസൊക്കെ വരുത്തി ആയിരുന്നു. പക്ഷേ അതൊക്കെ ഒരു റിസ്കി അപ്രോച്ചായിരുന്നു. ലേറ്റർ ഐഡൻറ്റിഫൈ ചെയ്തു ഇലക്ട്രിസിറ്റി ക്യാൻ ബി യൂസ്ഡ് ടു പ്രൊഡ്യൂസ് കൺവൾഷൻ. അപ്പോൾ ആ ഒരു മെത്തേഡിനാണ് ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി എന്ന് പറയുന്നത്. ആ പേര് തന്നെയുണ്ട്, ദ തെറാപ്പി ഇൻ വിച്ച് ഇലക്ട്രിസിറ്റി ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് കൺവൾഷൻസ് ഇൻ ഓർഡർ ടു ട്രീറ്റ് സൈക്കാട്രിക് ഡിസോർഡേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി. അതിൻ്റെ ഹിസ്റ്ററി ഞാനിപ്പോൾ പറഞ്ഞു. പണ്ട് കാലങ്ങളിൽ മുതലേ ഇത് സീഷേഴ്സ് അല്ലെങ്കിൽ കൺവൾഷൻസിന് ശേഷം പലരും നോർമലായിട്ടുള്ള ബിഹേവിയേഴ്സ് ഷോ ചെയ്യുന്നത് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും കൺവൾഷൻസ് അല്ലെങ്കിൽ എപ്പിലെപ്സി ഇൻഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ സീഷേഴ്സ് ഇൻഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ദ പേഴ്സൺ വിൽ ഫീൽ മച്ച് ബെറ്റർ ദാൻ ബിഫോർ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നിന്നാണ് ECT ഉൾത്തിരിഞ്ഞു വന്നത്. ഡെഫിനിഷൻ: ഇലക്ട്രോകൺവൾസീവ് തെറാപ്പി, formerly known as electroshock, is a psychiatric treatment in which seizures are electrically induced in anesthetized patient for therapeutic effect. അതായത് therapy in which electricity is used to produce convulsions, mainly used in the treatment of psychiatric disorders എന്ന് നമുക്ക് പറയാം. Indications of ECT that includes major ഡിപ്രഷൻ, MDD, മേജർ ഡിപ്രസീവ് ഡിസോർഡർ അല്ലെങ്കിൽ മെലൻകോളിയ എന്നൊക്കെ പറയാം. സിവിയർ കാറ്ററ്റോണിയ, അതായത് കാറ്ററ്റോണിക് എക്സൈറ്റ്മെൻ്റ് ആവാം അല്ലെങ്കിൽ കാറ്ററ്റോണിക് റിട്ടാർഡേഷൻ ആവാം, സിവിയർ കാറ്ററ്റോണിയ. ദെൻ സിവിയർ സൈക്കോസിസ്, സ്കീസോഫ്രീനിയ, മാനിയ, ഇങ്ങനെയുള്ള പല കേസുകളിലും. അതുകൂടാതെ മെഡിസിൻസ് വേറെ ഒരു ട്രീറ്റ്മെൻറ്റ് ആസ്പെക്റ്റും എഫക്റ്റീവ് അല്ല എന്ന് തോന്നുന്ന കേസുകളിലും ECT പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. മെക്കാനിസം ഓഫ് ECT, എക്സാക്ട് മെക്കാനിസം ഓഫ് ECT ഈസ് സ്റ്റിൽ അൺനോൺ. പക്ഷേ കൺവൾഷന് ശേഷം ഒരു വ്യക്തിയുടെ ബ്രെയിനിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് സമമായിട്ട്, അതായത് ഒരു ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ലെവലിലേക്ക് തിരിച്ചു പോകുന്നതായിട്ടുള്ള പഠനങ്ങൾ പലതുമുണ്ട്. അപ്പോൾ ഒരു കൺവൾഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എലിവേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഡോപ്പമിനോ സെറട്ടോണിനോ അല്ലെങ്കിൽ കുറഞ്ഞു നിൽക്കുന്ന നോറെപ്പിനെഫ്രിനോ എന്ത് ന്യൂറോ ട്രാൻസ്മിറ്റർ ആയാലും അത് ഒപ്റ്റിമം ലെവലിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് പഠനങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രിസിറ്റി കൊടുത്ത് ഉള്ള കൺവൾഷന് ശേഷവും ഈ ഒരു മെക്കാനിസം തന്നെയാണ് സംഭവിക്കുന്നത്. There are two types of ECT. അതിൽ ഡയറക്റ്റ് ECT, മോഡിഫൈഡ് ECT. ഡയറക്റ്റ് ECT ഇപ്പോൾ യൂസ് ചെയ്യാറില്ല. ഇപ്പോൾ ഏറ്റവും കോമൺലി യൂസ് ചെയ്യുന്നത് മോഡിഫൈഡ് ECT ആണ്. ഡയറക്റ്റ് ECT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തൗട്ട് ദി യൂസ് ഓഫ് എനി അനസ്തെറ്റിക് ഡ്രഗ് ഓർ എനി മസിൽ റിലാക്സൻറ്റ് വി ആർ ഗിവിങ് ഡയറക്ട്ലി ടു ദി പേഷ്യൻ്റ്. ഇലക്ട്രിസിറ്റി വി ആർ ഗിവിങ് ഡയറക്ട്ലി. സോ ദ side effects like severe convulsions or many other side effects are much severe in direct ECT. So in order to reduce the side effects of ECT, we are administering anesthetic agents. അപ്പോൾ ഒരു അനസ്തീഷ്യയിൽ തന്നെയാണ് പേഷ്യൻറ്റിന് ECT കൊടുക്കുന്നത്, പ്ലസ് മസിൽ റിലാക്സൻറ്റ്. അപ്പോൾ ആ ഒരു കൺവൾസീവ് മൂവ്മെൻറ്റ്സിനും അല്ലെങ്കിൽ ആ ഒരു ക്ലോണിക് സീഷേഴ്സ്, ആ ഒരു സീഷർ മൂവ്മെൻറ്റ്, കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ, അതിന് ഒരു വളരെ മിതമായ രീതിയിൽ മാത്രമേ അവിടെ സംഭവിക്കുന്നുള്ളൂ. ദാറ്റ് ഈസ് നോൺ ആസ് മോഡിഫൈഡ് ECT. ഇലക്ട്രോഡ്സ് പ്ലേസ് ചെയ്യുന്ന രീതിയിൽ പല രീതിയിൽ നമുക്ക്
ECTനെ ക്ലാസിഫൈ ചെയ്യാം. യൂണിലാറ്ററൽ, ബൈലാറ്ററൽ, ബൈഫ്രണ്ടൽ, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൽ യൂണിലാറ്ററൽ ECT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിനിൻ്റെ ഒരു വശത്ത് മാത്രം, അതായത് മെയിൻലി നോൺ ഡോമിനൻ്റ് സൈഡ് ഓഫ് ബ്രെയിൻ, അതായത് ഒരു റൈറ്റ് ഹാൻഡഡ് പേഴ്സൺ ആണെങ്കിൽ അയാളുടെ നോൺ ഡോമിനൻ്റ് സൈഡ് എന്ന് പറയുന്നത് ഉള്ളത് റൈറ്റ് സൈഡ് ഓഫ് ബ്രെയിൻ തന്നെയാണ്. അവിടെയാണ് ഇലക്ട്രോഡ്സ് പ്ലേസ് ചെയ്യുന്നത്. ബൈലാറ്ററലിൽ ബോത്ത് സൈഡ്സിലാണ്, രണ്ട് സൈഡിലും നമ്മൾ പ്ലേസ് ചെയ്യുന്നുണ്ട്. ആ രണ്ട് സൈഡിൻ്റെയും ഒരു സ്പെസിഫിക് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോഡ്സ് ആർ പ്ലേസ്ഡ് എബവ് 4 centimeter എബവ് ദി മിഡ് പോയിൻറ്റ് ഓഫ് an imaginary line drawn between the tragus of ear and lateral canthus of eye. അതായത് lateral canthus of eyeയുടെയും tragus of earൻ്റെയും ഇടയിലൂടെ ഒരു നേർരേഖ വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ മിഡ് പോയിൻറ്റിൽ നിന്ന് 4 സെൻറ്റിമീറ്റർ പൊക്കത്തിൽ രണ്ട് വശത്തും, അങ്ങനെയാണ് കൊടുക്കുന്നത് ബൈലാറ്ററൽ ECTയിൽ. ഓക്കെ, ഡ്രഗ്സ് മെയിൻലി യൂസ്ഡ് ഇൻ ECT ഇൻക്ലൂഡ്സ് അട്രോപ്പിൻ സെക്രീഷൻസ് ഒക്കെ കുറയ്ക്കുവാനായിട്ട് നമുക്കൊരു വാഗ സപ്രസൻ എന്നുള്ള രീതിയിലൊക്കെ കൊടുക്കാം. അതായത് സെക്രീഷൻസ് കൂടുകയാണെങ്കിൽ ദ ചാൻസ് ഓഫ് ആസ്പിറേഷൻ ഈസ് മച്ച് മോർ, ബിക്കോസ് ഓൾറെഡി കൺവൾഷൻസ് ഈസ് ഓൾവേസ് അസോസിയേറ്റഡ് വിത്ത് ഓർ ഫോളോഡ് ബൈ സിവിയർ സെക്രീഷൻസ് ഓർ ഫ്രോത്ത് ഫോർമേഷൻ ഇൻ ദ മൗത്ത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഫ്രോത്ത് ഫോർമേഷൻ അല്ലെങ്കിൽ ആ സെക്രീഷൻസ് ആസ്പിറേറ്റ് ചെയ്യാനുള്ള റിസ്ക്കും കൂടുതലാണ്. അപ്പോൾ സോ വെൻ വി ആർ റെഡ്യൂസിങ് ദി അനസ്തീഷ്യ കൊടുക്കുമ്പോഴും അങ്ങനെയുള്ളൊരു റിസ്ക് ഉണ്ട്, ആസ്പിറേഷൻ റിസ്ക്. അപ്പോൾ അതെല്ലാം കുറയ്ക്കുവാനായിട്ട് അട്രോപ്പിൻ എന്നുള്ള ഡ്രഗ് നമ്മൾ ഇൻഡ്യൂസ് ചെയ്യുന്നു. ദെൻ ദ അനസ്തെറ്റിക് ഏജൻറ്റ് തയോപിൻഡിൻ സോഡിയം, തയോപിൻഡിനാണ് പൊതുവെ കൊടുക്കാറുള്ള അനസ്തെറ്റിക് ഏജൻറ്റ്. അതിനോടൊപ്പം മസിൽ റിലാക്സൻ്റായിട്ട് സക്സനൈൽ കൊളിൻ എന്ന ഒരു ഡ്രഗും കൊടുക്കാറുണ്ട്. സക്സനൈൽ കൊളിൻ കൊടുത്തു കഴിഞ്ഞാൽ മസിൽസ് എല്ലാം റിലാക്സ്ഡ് ആയിട്ടിരിക്കും. അപ്പോൾ ആ ഒരു കൺവൾഷൻ അല്ലെങ്കിൽ ജർക്കിംഗ് മൂവ്മെൻറ്റ്സിന് ഒരു ശമനം ഉണ്ടാകും. അപ്പോൾ ചില കേസുകളിൽ മസിൽ റിലാക്സൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അവരുടെ ഒരു കൺവൾഷൻ വന്നോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയുകയില്ല. കാരണം നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുത്തതിന് ശേഷം കൺവൾഷൻ വരുത്താനാണല്ലോ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത് വന്നോ ഇല്ലയോ എന്ന് ചില ആളുകളിൽ ഈ മസിൽ റിലാക്സൻ്റ് അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിസിബിൾ ആകാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ രണ്ട് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത് ഇൻ ഓർഡർ ടു ഐഡൻറ്റിഫൈ വെദർ ദർ ഇസ് കൺവൾഷൻസ് ഓർ നോട്ട്. അതിന് രണ്ട് രീതിയിൽ, ഒന്ന് ഒരു കഫ് മെത്തേഡ് എന്ന് പറയും, രണ്ടാമത്തതാണ് EEG ഇലക്ട്രോ എൻസെഫലോഗ്രാം എന്ന് പറയുന്ന ഇലക്ട്രോഡ്സ് ഫിറ്റ് ചെയ്തുകൊണ്ട് ബ്രെയിനിലുള്ള ആക്ടിവിറ്റീസിൽ അത് മോണിറ്റർ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ കഫ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാലിലെ ആംഗിൾസിൻ്റെയും നീയുടെ ഇടയ്ക്കായിട്ട് BP കഫ് ഇൻഫ്ലേറ്റ് ചെയ്ത് വെക്കുന്നു ബിഫോർ ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് മസിൽ റിലാക്സൻ്റ്. അതായത് സക്സനൈൽ കൊളിൻ എന്ന മസിൽ റിലാക്സൻ്റ് കൊടുക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ BP കഫ് അവിടെ കെട്ടി ഇൻഫ്ലേറ്റ് ചെയ്ത് വെക്കുന്നു. സോ ദാറ്റ് വി വിൽ റെഡ്യൂസ് ദി ലെവൽ ഓഫ് ഓർ ദി ട്രാൻസ്പോർട്ടേഷൻ ഓഫ് സക്സനൈൽ കൊളിൻ ടു ദാറ്റ് സ്പെസിഫിക് പാർട്ട് ബിലോ ദി BP കഫ്. അപ്പോൾ അങ്ങോട്ട് മസിൽ റിലാക്സൻ്റ് വളരെ കുറച്ച് മാത്രമേ അവിടെ എത്തിയിട്ടുണ്ടാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു സ്പെസിഫിക് പാർട്ടിൽ ജർക്കിംഗ് മൂവ്മെൻറ്റ്സ് ഒബ്സർവ് ചെയ്യാൻ കഴിയും. ഓക്കെ, ദാറ്റ് ഈസ് നോൺ ആസ് കഫ് മെത്തേഡ്. ദെൻ coming to the contraindications of ECT, that is increased intracranial pressure. റീസെൻ്റ് ആയിട്ട് MIയുടെ ഹിസ്റ്ററി ഉണ്ടോ എന്നുള്ളത് നോക്കുക. സിവിയർ ഹൈപ്പർ ടെൻഷൻ, CVA, റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ്, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് കേസസ് നമ്മൾ കോൺട്രാൻഡിക്കേറ്റഡ് ആണ്. ഇൻക്രീസ്ഡ് CVP, ICP അത് ഉള്ളപ്പോൾ, ഇൻട്രാക്രേനിയൽ പ്രഷർ ഉള്ളപ്പോൾ ഇൻയൂറിസം അല്ലെങ്കിൽ അവിടുത്തെ റപ്ചറിനുള്ള ഒരു റിസ്ക് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കോൺട്രാൻഡിക്കേറ്റഡ് ആണ്. സൈഡ് എഫക്ട്സ് ഓഫ് ECT ഇൻക്ലൂഡ്സ് ലോസ് ഓഫ് മെമ്മറി, അത് ചിലപ്പോൾ ചില മൈൽഡ് അംനീഷ്യ ആവാം, പക്ഷേ പൊതുവേ ചിലത് ടെമ്പററി അംനീഷ്യ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ദെൻ സൈഡ് എഫക്റ്റ് ഓഫ് ജനറൽ അനസ്തീഷ്യയുടെ സൈഡ് എഫക്ട്സ് ആയിട്ടുള്ള എല്ലാ സൈഡ് എഫക്റ്റും ഇതിനും ഉണ്ടാകും. കൺഫ്യൂഷൻ ആൻഡ് അതേഴ്സ് ലൈക്ക് പെയിൻ ഉണ്ടാകാം, സിവിയർ ഹെഡേക്ക് ഉണ്ടാകാം, അങ്ങനെ ഡിഫറെൻറ്റ് സൈഡ് എഫക്ട്സ് ഉണ്ടാകാം. ഓക്കെ, then nursing care in ECT includes providing educational and emotional support, pre-treatment planning and assessment, preparing and monitoring the patient during the actual procedure and post-treatment care and evaluation.
അത് പ്രൊവൈഡിങ് എഡ്യൂക്കേഷണൽ ആൻഡ് ഇമോഷണൽ സപ്പോർട്ട് ഇൻക്ലൂഡ്സ് explaining the procedure to the patient, informed consent, respond to patient concerns and feeling. അതായത് അവരുടെ ഒരു വ്യാകുലതകളെല്ലാം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ ഒന്ന് എലിവേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടതാണ്. എഡ്യൂക്കേറ്റ് ദ പേഷ്യൻറ്റ് കൺസേണിങ് ദ പ്രൊസീജിയർ, അതിനെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുക. പേടിക്കാനൊന്നുമില്ല എന്നുള്ള രീതിയിലും ഒരു ഇപ്പോൾ കൂടുതൽ സേഫായിട്ടൊരു മെത്തേഡിൽ തന്നെയാണ് ECT കൊടുക്കുന്നതെന്നും മനസ്സിലാക്കി കൊടുക്കുക. അല്ലാതെ നമ്മൾ TV-യിലൊന്നും കണ്ട പോലെയുള്ള ആ ഒരു സിവിയറായിട്ടുള്ള ഒരു നോൺ ഹ്യൂമാനിറ്റേറിയൻ ബേസിസിലുള്ള ഒരു രീതിയൊന്നും അല്ല ഇപ്പോൾ ഉള്ളത്. വളരെ മാനുഷിക പരിഗണനയോടുകൂടി തന്നെയാണ് ഇപ്പോൾ കൊടുക്കുന്ന ECT. ഇനീഷ്യേറ്റ് എഡ്യൂക്കേഷൻ ഇൻ്റർവെൻഷൻ ബേസ്ഡ് ഓൺ നോളജ് ഡെഫിസിറ്റ്. ഓക്കെ, ദെൻ പ്രീ ട്രീറ്റ്മെൻറ്റ് നഴ്സിംഗ് കെയറിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള മേജറായിട്ടുള്ള ഒരു ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കുക. വാട്ട് ആർ ദി സ്പെസിഫിക് പ്രിക്കോഷൻസ് ടു ബി ടേക്കൺ. അതായത് പേഷ്യൻറ്റിൻ്റെ നമ്മൾ എന്താ പറയുക എഡ്യൂക്കേഷൻ കൊടുത്തോ, പേഷ്യൻറ്റിൻ്റെ ബിലോങ്ങിങ്സ്, നമ്മൾ വാല്യുബിൾസ് സേഫ് ഗാർഡ് ചെയ്തോ, റിമൂവിങ് ഓഫ് ബ്രേസ്ലെറ്റ്സ് ആൻഡ് അതർ മെറ്റാലിക് ഒബ്ജക്ട്സ് ആൻഡ് ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് കാര്യങ്ങൾ. അതായത് പേഷ്യൻറ്റിന് പെർ ഓറൽ ആണോ മെയിൻറ്റെയിൻ ചെയ്ത് ആ ഒരു ചെക്ക് ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് അത് ഫുൾ കണ്ടിന്യൂ ചെയ്യുക. അതിന് ശേഷം അതുകൂടാതെ ആ ചെക്ക് ലിസ്റ്റിൽ ഏതൊക്കെ ചെക്കപ്പാണോ അല്ലെങ്കിൽ ഏതൊക്കെ ഡയഗ്നോസ്റ്റിക് ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെയാണോ വേണ്ടത് എന്നുള്ളതെല്ലാം ഒന്ന് നോക്കുക. ഓക്കെ, അതിന് ശേഷം പേഷ്യൻറ്റിൻ്റെ ഹെയർ മസ്റ്റ് ബി ക്ലീൻ ആൻഡ് ഡ്രൈ ഇൻ ഓർഡർ ടു അവോയ്ഡ് ദി മിസ്കണ്ടക്ട്. അല്ലെങ്കിൽ ഒരു ഇലക്ട്രിസിറ്റിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ഏരിയ അല്ല, അവിടെ ഈർപ്പമുണ്ട് അല്ലെങ്കിൽ ഓയിലി ആണെങ്കിലും ഇലക്ട്രിസിറ്റിയുടെ പല സൈഡ് എഫക്ട്സ്, ഇലക്ട്രിസിറ്റി വേറെ സ്ഥലത്തേക്കൊക്കെ കണ്ടക്ട് ചെയ്ത് പോയേക്കാം. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഡ്രൈ ആയിട്ട് വെക്കുക. ഹെയർ പിൻസ്, ബ്രേസ്ലെറ്റ്സ് ആൻഡ് എനി അതർ തിങ്സ്, മെറ്റാലിക് തിങ്സ് എല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യുക. പേഷ്യൻറ്റിൻ്റെ ബ്ലാഡർ എംപ്റ്റി ചെയ്യുക ബിഫോർ ദി പ്രൊസീജിയർ സോ ദാറ്റ് വി ക്യാൻ അവോയ്ഡ് ഇൻകണ്ടിനൻസ് ഓഫ് urine during the procedure. Nursing care during the procedure include transfer the patient on a trolley from waiting room to ECT room on a well padded bed. അതായത് ഒരു വെൽ പാഡഡ് ബെഡ് തന്നെയാണ് നമ്മളോട് യൂസ് ചെയ്യുന്നത്. പേഷ്യൻറ്റിൻ്റെ കൈ അങ്ങോട്ടും തട്ടിയാലോ ഒന്നും പരിക്ക് പറ്റാത്ത രീതിയിലുള്ള ഒരു ബെഡ്. അപ്ലൈ ECG rods, BP cuff, pulse oximeter and EEG rods also in order to monitor the electrical activity of the brain. Anesthetic agents, antihistaminic administer ചെയ്യുക. Then apply the scalp and apply the electrodes. Okay, support the shoulder and arms of the patient, restrain the thigh with the help of a sheet, administer oxygen. Jelly apply ചെയ്യുക in order to ensure the conduction of electricity. Make observation of convulsions. അത് ക്ലോണിക് അഫയേഴ്സ് നമ്മൾ ഒബ്സർവ് ചെയ്യുക. ഇപ്പോൾ ചില പേഷ്യൻസിന് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നില്ലാത്തത് കഫ് മെത്തേഡിലൂടെ ആ ഒരു സ്പെസിഫിക് പാർട്ട് ഓഫ് ബോഡി, അതായത് നമ്മൾ ലോവർ എക്സ്ട്രിമിറ്റിയിലാണ് കഫ് ടൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒബ്സർവ് ചെയ്യുക. ഡു സക്ഷനിങ് ഇമ്മീഡിയറ്റ്ലി ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദി റിസ്ക് ഓഫ് ആസ്പിറേഷൻ. സൈഡ് ലൈങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക ആസ്പിറേഷൻ ഒഴിവാക്കാനായിട്ട്. ദെൻ റീസ്റ്റോർ റെസ്പിറേഷൻ ബൈ ഓക്സിജൻ ഇഫ് നെസസറി. പോസ്റ്റ് ECT കെയർ ഇൻക്ലൂഡ് ഒബ്സർവേഷൻ. ഒരു 24 hours തന്നെ നമ്മളൊരു ഒബ്സർവേഷൻ തന്നെ വെക്കണം. ഒബ്സർവ് ആൻഡ് റെക്കോർഡ് ദി വൈറ്റൽ പാരാമീറ്റേഴ്സ്. പ്ലേസ് ദി പേഷ്യൻറ്റ് ഓൺ സൈഡ് ലൈൻ പൊസിഷൻ, ക്ലീൻ ദി സെക്രീഷൻ, ട്രാൻസ്ഫർ ദി പേഷ്യൻറ്റ് ഫ്രം റിക്കവറി റൂം. ഓക്കെ, ഒരു പേഷ്യൻറ്റിന് ഉറങ്ങാനായിട്ട് അലോ ദി പേഷ്യൻറ്റ് ടു സ്ലീപ്പ് ഫോർ 30 minutes to 1 hour. കുറച്ച് നേരം ഒന്ന് റിലാക്സ് ആയിട്ട് 1 hour എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറൊക്കെ ഉറങ്ങിക്കോട്ടെ, കുഴപ്പമില്ല. പേഷ്യൻറ്റ് റിലാക്സ് ആവുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഹെഡ് ഏക്ക് പോലുള്ള സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടായേക്കാം. റീഅഷ്യൂർ ദി ക്ലയൻറ്റ് ആൻഡ് റീഓറിയൻറ്റഡ് ടു ദി വാർഡ്. അതായത് ചെറിയൊരു അംനീഷ്യ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് റീഓറിയൻറ്റ് ചെയ്യുക. അലോ ദി പേഷ്യൻറ്റ് ടു ഹാവ് ടീ ഓർ എനി ഡ്രിങ്ക്സ് ആഫ്റ്റർ ദാറ്റ് സ്പെസിഫിക് സ്ലീപ്പ്. റെക്കോർഡ് ദി പ്രൊസീജിയർ. അപ്പോൾ ഇതൊക്കെയാണ് മേജറായിട്ടുള്ള പോയിൻറ്റ്സ് ടു റിമെമ്പർ. ഒരു ഒറ്റ ഗ്ലൻസിൽ നോക്കുവാണെങ്കിൽ ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി, ഇൻഡിക്കേഷൻ ഡിപ്രഷൻ, കാറ്ററ്റോണിക് സ്കിസോഫ്രീനിയ, മാനിയ, കോംപ്ലിക്കേഷൻ, ലോസ് ഓഫ് മെമ്മറി, ഹെഡ് ഏക്ക്, എപ്നിയ, ഫ്രാക്ചർ, റെസ്പിറേറ്ററി ഡിപ്രഷൻ. ECT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
electricity is passed through the brain in order to induce convulsion. അതിനാണ് ECT എന്ന് പറയുന്നത്. മെഡിക്കേഷൻസ് ഇൻക്ലൂഡ് അട്രോപ്പിൻ, സക്സിനൈൽകോളിൻ ആൻഡ് തയോപെൻറ്റിൻ സോഡിയം. ഇതാണ് മേജറായിട്ട് കൊടുക്കുന്ന ഡ്രഗ്സ്. ഓക്കെ, ഇതാണ് കപ്പ് മെത്തേഡ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ബ്രെയിൻ കാലിൻ്റെ ഒരു സ്പെസിഫിക് പാർട്ടിൽ നമ്മൾ BP കപ്പ് ഒന്ന് എലിവേറ്റ് ചെയ്ത് ഒരു 140-150 റേഞ്ചിൽ നമ്മൾ BP കപ്പ് എലിവേറ്റ് ചെയ്ത് അവിടെ ലോക്ക് ചെയ്ത് വെക്കുന്നു ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദി ട്രാൻസ്ഫർ ഓഫ് succinylcholine to lower extremity. Okay, so these are the major points to remember in ECT. Okay.